വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്ത്രപരമായ ചുവടുവയ്പുകൾ നടത്തുകയാണ് ഇന്ത്യ. അതിന്റെ ഭാഗമായി ഇസ്രായേലുമായുള്ള സഹകരണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രാജ്യം. ഈ സന്ദർഭത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ. ഇസ്രായേൽ സന്ദർശന വേളയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യ ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ നിബന്ധനകളിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദ്വിരാഷ്ട്ര വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ കൃഷി, സാങ്കേതികവിദ്യ, നവീകരണം, വ്യാപാരം തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്നു. ഇസ്രായേലിന്റെ 25 വർഷത്തെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, വിത്ത് മെച്ചപ്പെടുത്തൽ തന്ത്രങ്ങൾ, കൃഷിക്കായുള്ള ജല പുനരുപയോഗ സാങ്കേതിക വിദ്യകളിൽ രാജ്യത്തിന്റെ ആഗോള നേതൃത്വം എന്നിവയെക്കുറിച്ച് ഇസ്രായേൽ കൃഷി ഭക്ഷ്യസുരക്ഷാ മന്ത്രി അവി ഡിക്ടർ പങ്കുവച്ചു. തന്റെ ഇടപെടലുകളുടെ ഭാഗമായി ഇസ്രായേലിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനങ്ങൾ, സ്നെറ്റ് സാങ്കേതിക വിദ്യകൾ, അയൺ ഡോം സിസ്റ്റം എന്നിവയെക്കുറിച്ചും ഉയർന്നുവരുന്ന ഭാവി സാങ്കേതിക വിദ്യകളുടെ ആഴത്തിലുള്ള വെർച്വൽ റിയാലിറ്റി പരിഹാരങ്ങളുടെയും പ്രദർശനങ്ങൾക്കൊപ്പം പീയൂഷ് ഗോയൽ വിശദീകരിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ സർഗാത്മകത, നവീകരണം, സാമൂഹ്യ സ്വാധീനം എന്നിവയുടെ യാത്രയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രചോദനാത്മക സ്ഥാപനമായാണ് അദ്ദേഹം പെരസ് മൊബൈലിയയുടെ ഓട്ടോണമസ് ഡ്രൈവ് പ്രദർശനത്തിലൂടെ അടുത്ത തലമുറ മൊബിലിറ്റിയുടെ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എടുത്തു കാണിച്ചുകൊണ്ട് മൊബിലിറ്റി സൊല്യൂഷൻസുകളിൽ ഇസ്രായേലിന്റെ പുരോഗതി മന്ത്രി അനുഭവിക്കുകയും ചെയ്തു. ഗോയൽ കിബറ്റ്സ് രാമത്ത് റാച്ചലും സന്ദർശിച്ചു. അവിടെ അദ്ദേഹം സഹകരണ ജീവിത മാതൃക, സുസ്ഥിര കാർഷിക രീതികൾ, സമൂഹം നയിക്കുന്ന നവീകരണം എന്നിവ നിരീക്ഷിച്ചു. ഈ ഇടപെടലുകൾ ഇസ്രായേലിന്റെ സാങ്കേതിക ശക്തികളെക്കുറിച്ചും ഗ്രാമവികസനത്തിനും സുസ്ഥിരതയ്ക്കുമുള്ള അതിന്റെ സമീപനത്തെക്കുറിച്ചും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകി. വ്യവസായ ആശയവിനിമയങ്ങളുടെ ഭാഗമായി ചെക്ക് പോയിന്റ്, IDE ടെക്നോളജീസ്, NTA, നെറ്റാഫിം എന്നിവയുൾപ്പെടെ പ്രമുഖ ഇസ്രായേലി കമ്പനികളുടെ മുതിർന്ന നേതാക്കളെ മന്ത്രി കാണുകയും ചെയ്തു. ഇന്ത്യയുടെ വികസന മുൻഗണനകളുമായി അടുത്ത ബന്ധമുള്ള മേഖലകളായ സൈബർ സുരക്ഷാ സഹകരണം, ജല മലിനജല മാനേജ്മെന്റ്, നഗര മൊബിലിറ്റി സൊല്യൂഷനുകൾ, നൂതന ജലസേചന സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചും ചർച്ചകൾ നടന്നു. മാത്രമല്ല, ഇന്ത്യ ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ നിബന്ധനകളിൽ ഒപ്പുവെച്ചതാണ് സന്ദർശനത്തിന്റെ ഒരു പ്രധാന ഫലമെന്നാണ് എടുത്തു പറയുന്നത്. സന്തുലിതവും പരസ്പര പ്രയോജനവുമായ ഒരു കരാറിലേക്ക് ചർച്ചകൾ പോസിറ്റീവായി പുരോഗമിക്കുമെന്ന് ഇരുപക്ഷവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇസ്രായേൽ വ്യാപാര ബന്ധങ്ങളുടെ ദീർഘകാല സ്തംഭമായ ഇസ്രായേലി മാധ്യമങ്ങളുമായും വജ്ര വ്യവസായത്തിലെ അംഗങ്ങളുമായും ഗോയൽ സംവദിച്ചു. പിന്നീട് മന്ത്രി ബർക്കത്തിനൊപ്പം ഇന്ത്യ ഇസ്രായേൽ CEOമാരുടെ ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ഉഭയകക്ഷി സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ ശക്തിയും ഭാവി സാധ്യതകളും എടുത്തു കാണിച്ചു. ഇന്ത്യക്കും ഇസ്രായേലിനും തന്ത്രപരമായി പ്രധാനപ്പെട്ട മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധത മന്ത്രിയുടെ ഇടപെടലുകൾ അടിവരയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.